ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോയുടെ ജസ്റ്റ് കണ്ടിന്യൂവേഷൻ ആട്ടോ. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനും ഗിഫ്റ്റ് അൺബോക്സിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു ഹോം സ്റ്റേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് അപ്പച്ചൻ്റെ പെങ്ങളും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ആൻറ്റിയും അച്ഛനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ, ഞങ്ങൾ ഫാമിലി, സണ്ണി ഫാമിലി, അതുപോലെ തന്നെ അനീത്തി ഫാമിലി, ഞങ്ങൾ 3 ഫാമിലിയും കൂടെ ഒരുമിച്ച് ഹോം സ്റ്റേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും താഴെ റെഡി ആയിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളും താഴേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ചേട്ടനിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടേക്ക് പോകണം. ഇന്ന് അവിടെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് നാളെ രാവിലെ അവിടെ നിന്ന് തിരിച്ചും പോരും. സണ്ണിയാണ് അപ്പോൾ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ സണ്ണി പറഞ്ഞു ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ദിവസം എല്ലാവരും കൂടെ ഒത്തുചേരുന്ന ദിവസം നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇന്നത്തെ ഡേറ്റ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഒരു പ്രകൃതി സൗന്ദര്യമാണ്. യു പിയിൽ കാണുന്ന മാതിരത്തെ പച്ചപ്പും കാര്യങ്ങളൊന്നുമല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ ബ്യൂട്ടിയാണ്. ഗ്രീനറി നോക്കിയാൽ എന്ത് രസമാണ്. ഇപ്പോൾ ഞാൻ എന്താ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് എടുക്കുന്നതാട്ടോ. സൂപ്പറല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ മാവുമ്മയൊക്കെ 2 മാവും പൂത്ത്, 2 മാവുമ്മ ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. പക്ഷേ പുഴു വരുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റാണ്. അപ്പോൾ ഇഷ്ടമാതിരി മാങ്ങയൊക്കെ താഴെ വന്ന് വീണാലും നമുക്ക് എടുക്കാനും കഴിക്കാനും പറ്റില്ല. കാരണം നിറച്ച് പുഴു വരണം അതിനകത്ത്. അതുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷന്. പക്ഷെ നല്ല ടേസ്റ്റി മാങ്ങയായിരുന്നു അത്, പുഴുവൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല, വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ അതേ അവരൊക്കെ താഴെ വെയിറ്റിംഗ് ആണ്. ഞാനും ഇതേ താഴേക്ക് ഇറങ്ങണം കേട്ടോ. സണ്ണി ഒരു മിനിറ്റ്, നമ്മൾ എവിടേക്ക് പോണേ കറക്റ്റ് എന്ന് പറഞ്ഞേ. സണ്ണിയാണ് നമ്മുടെ പ്രോഗ്രാം ഓർഗനൈസർ. പറഞ്ഞേ. ഭയങ്കര വലിയ പ്രതീക്ഷിക്കരുത്. ഡ്രാങ്സ്റ്റർ പൂൾ വില്ല എന്ന് പറഞ്ഞിട്ടുള്ള എന്താ ഡ്രാങ്സ്റ്റർ? ഓക്കെ, പൂൾ വില്ല. ഓക്കെ. അപ്പൊ ചെറിയൊരു പൂളുണ്ട്, എന്റെ ചെറിയൊരു വീട്. നമുക്ക് വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ട് ഒരു ചെറിയൊരു സ്ഥലം. ഓക്കെ, ഒരു ഔട്ടിങ് നമുക്ക് എല്ലാവരും കൂടി ഒന്ന് സ്റ്റേ ചെയ്യാം. ഇവിടെ ഞങ്ങൾ പോകുമ്പോ ത്രേസ്യാം ചേച്ചിയും അച്ഛനൊക്കെ ഉണ്ട് അമ്മയുടെ അടുത്ത്. അപ്പൊ ഇവരെ ആക്കിയിട്ടാണ് ഞങ്ങൾ സ്ഥലം വിടുന്നത്. അപ്പൊ ഞങ്ങൾ പോകട്ടെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഓക്കെ, അപ്പൊ പോകണട്ടാ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഹോം സ്റ്റേക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കണ്. ഓരോരുത്തരായിട്ട് വണ്ടി എടുക്കണ്. അവിടെ ഒരു വണ്ടി, ഇവിടെ ഒരു വണ്ടി. സിജി ജോഷിയുടെ വണ്ടിയിലും സണ്ണി വീടിന്റെ വണ്ടിയിലും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകാൻ ഇറങ്ങണേ. ആദ്യം സിജി ജോഷിയുടെ വണ്ടി പോവുകയാണ്. അതിൻ്റെ തൊട്ട് പുറകെ സണ്ണിയോടെ വണ്ടി എടുക്കുന്നുണ്ട്. ഇവരുടെ വണ്ടീനെ ആദ്യം നമ്മൾ വിടാണ്. പൊക്ക വരും. ആണോ? അപ്പോൾ സണ്ണി, മിടും, ചേട്ടനും അഞ്ജലിയൊക്കെ കൂടെ ഇതാ അടുത്ത വണ്ടിയിൽ വരും. ഞാൻ ഇവരുടെ വണ്ടിയിലേക്ക് ഇവിടേക്ക് കയറണം. ഞാൻ പൊക്കോട്ടെന്നാ? ഓക്കെ. രസിയമ്മച്ചി, അച്ഛാ പോവാട്ടാ, ബൈ ബൈ. ഇവരുടെ വണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ് എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ എന്താ ഇതിനകത്ത് കയറണം. ഇവിടെ മാവുമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിന്നൊക്കെ ഇഷ്ടമാതിരി മാങ്ങ കാണാം. പക്ഷെ കാര്യമില്ല, എല്ലാം പുഴു. പഴുത്ത് വന്നു കഴിഞ്ഞാൽ പുഴു. പഴുത്തിട്ടില്ലെങ്കിൽ പഴുക്കുന്നതിന് മുമ്പ് നമ്മൾ പൊട്ടിച്ച് വയ്ക്കണമെങ്കിൽ കുഴപ്പമില്ല. മഴയ്ക്കിതേ നല്ല മഴക്കാരൊക്കെ ഇതേ ഇങ്ങനെ കയറി വരുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ സണ്ണിയുടെ വണ്ടി എടുക്കണം. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണം നമ്മുടെ സ്ഥലത്തേക്ക്. നല്ല മഴക്കാരുണ്ട് കേട്ടോ. സൂപ്പർ മഴ വരാൻ പോകുന്നുണ്ട്. മഴക്കാർ നോക്കി. അപ്പോൾ എല്ലാവരും അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം. ചെറിയൊരു ബാഗൊക്കെ കരുതിയിട്ടുണ്ട് എല്ലാവരും. നല്ല സീനറി, അടിപൊളി. അതിൽക്കൂടെ മഴക്കാരും. വെള്ളത്തിലിറങ്ങാൻ റെഡി ആയിട്ടാണ് വന്നേക്കണേ. പിള്ളേർ സെറ്റൊക്കെ അവർക്ക് വെള്ളത്തിലിറങ്ങണം, കളിക്കണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞാണ്
ഞങ്ങള് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ആയിട്ടാണ് പോന്നേക്കണ്. സണ്ണി ഇതാ ലീഡർ നടക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരും കൂടെ അതിനകത്തുണ്ട്. നീ അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് പറഞ്ഞ സ്ഥലം. നമ്മള് പറഞ്ഞ വീടെത്തി, ഹോം സ്റ്റേക്കുള്ള വീടെത്തി. പൂള് നല്ല രസം അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. ഇതിനകത്തൊക്കെ മുങ്ങി പോവോ കളിച്ച് കളിച്ച്? 5 അടിയോ? അപ്പൊ ഞാൻ മുങ്ങും എന്തായാലും. ആരെങ്കിലും നമ്മളെ പിടിക്കാൻ വേണം അല്ലേ? ഞാനും അങ്ങനെ തന്നെയാ, നമ്മളെ പിടിക്കാൻ വേറെ ആരെങ്കിലും വേണം. ചേച്ചിയാണ് ഇതിന്റെ ഓണർ. ഹായ്, ചേച്ചിയുടെ പേരെന്നാ? സിജി ചേച്ചിയുടെ. ഇതൊരു സിജിയാണ് കേട്ടോ. നല്ല രസം കേട്ടോ. നല്ല എന്താ പറയാ, ഗ്രീനറി. അവിടെ ഗ്രീനറിയാ. ഇവിടെയൊക്കെ ജാതിത്തോട്ടവും ഇവിടെ പൂളും. എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങാനാണ് എല്ലാവർക്കും തിരക്ക് അല്ലേ? ഇങ്ങേ സൈഡിലൊക്കെ നല്ല ഗ്രീനറിയാണ്. ഇത് കയറുന്നതിനേക്കാളും ഇവിടെ ഈ വെള്ളത്തിൻ്റെ അടുത്തും ഗ്രീനറിയിലൊക്കെ കാണാനും അത് എൻജോയ് ചെയ്യാനൊക്കെയാണ് എല്ലാവർക്കും താല്പര്യം. നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെ കിണറ്. പപ്പായ കാണാൻ നല്ല രസം, കാണാൻ നല്ല ഭംഗി. പപ്പായ ഇറങ്ങിക്കപ്പാ, ഇറങ്ങല്ലേ? ഇറങ്ങ നോക്കി ഇറങ്ങണപ്പ. അത് തെന്നി പോകട്ടെ. പപ്പ നോക്കി ഇറങ്ങ. അവരൊക്കെ തെന്നി പോകാതെ നോക്കട്ടോ. സ്റ്റെപ്പുണ്ട്, പക്ഷെ വഴുക്കണല്ലേ? ചേട്ടൻ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു. ചേട്ടനാണ് അപ്പൊ ഇനാഗുറേഷൻ ഒന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ ഞങ്ങളൊക്കെ എങ്ങനെ ഇറങ്ങാ? ഇത് നോക്കി ചോട്ടി നടക്ക. അമ്മേ ഫ്ലോട്ട് ചെയ്യുന്ന സാധനം അമ്മയുടെ നമ്മളെങ്ങനെ ഇറങ്ങാം? ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അതെ, ഇമ്മാര് എത്തിയിട്ടുണ്ടോ? ഇറങ്ങുമ്പോ സൂക്ഷിക്കുക, കൽപ്പടവുകൾ കാണാൻ. അപ്പൊ റോൾ നമ്പർ 2 ഇറങ്ങി. ഓ അവര് വെള്ളത്തിലിങ്ങനെ തകർത്ത് സന്തോഷിക്കാണ്. നീ ഈ കല്ല് ശ്രദ്ധിച്ചായി. എവിടെ താഴ്ച കൂടുതല്? ഓക്കെ, ആണോ? ഞങ്ങളിപ്പോ ഇറങ്ങണോന്ന് ഇനിയിപ്പോ 2 പ്രാവശ്യം ചിന്തിക്കണം. ഞങ്ങൾക്കൊക്കെ ഹൈറ്റ് കുറവാ, മുങ്ങി പോവന്ന്. ഹൈറ്റ് കുറവായതുകൊണ്ടേ. അഞ്ചു എങ്ങനെയുണ്ട് എടാ? ഇഷ്ടായ? അഞ്ചു നോക്കിയേ, ഇഷ്ടായ? അണ്ണാ ഇത് മാത്രം സൂക്ഷിച്ചാൽ മതി. അടുത്തത് ഗ്രേസ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ആൾ ഇറങ്ങി. ദാ റോൺ ഇറങ്ങണ്. എന്റെ വാച്ച് വെച്ച് വെക്ക്.
വെള്ളത്തിൽ ശിവ ഇറങ്ങി ശിവ എന്റെ ദൈവമേ എല്ലാരും ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു. നോക്കി ഇവിടെ കണി തുടങ്ങി കഴിഞ്ഞു. ആണോ? സിജി കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷെ ഞാനും സിജിയൊക്കെ ചിലപ്പോ മുങ്ങിപ്പോവും. ആഴുണ്ടെന്ന് പറഞ്ഞു വെള്ളത്തിന്. ഇത് ഞാൻ വീടിന്റെ ഇറയത്ത് നിന്ന് എടുക്കുന്ന കേട്ടോ. വീട് ഇറങ്ങണല്ലേ? ആ കൊച്ചിന് കൊടുത്തിട്ട്. ആ ഓക്കെ. വെള്ളത്തിൽ ഇറങ്ങലാണ്. ഇറങ്ങ പിടിച്ച ചേച്ചി അവിടെ ഇരിക്കേ. അത് കഴിഞ്ഞിട്ടുള്ള ചാടിക്കോ വെള്ളത്തിൽ ചാടിക്കോ. ഇറങ്ങോ. ചാടിക്കോക്കടേ ചേട്ടാ. ഇത് പിടിക്കാൻ പറ്റുന്നിടത്ത് എടി അവിടെ 2 കല്ലുണ്ട് കേട്ടാ. എല്ലാവരും അവിടെ അവിടെ ആളുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യും. അടിപൊളി. ഒക്കെ സ്ഥലം പിടിച്ചേക്കാണ്. അവിടെ ഹൈറ്റ് കുറവാ. ഞങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് ഓക്കെ ആയിട്ടുള്ള സ്ഥലം. ചാവാണ്ടിരിക്കാൻ മാത്രം. ഞങ്ങളൊക്കെ മുങ്ങി തന്നെയാ. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ ഓളം ചെറുതായിട്ട് ഇപ്പൊ അവിടെ നനഞ്ഞിട്ടില്ലല്ലോ. കാണാൻ പറ്റുമോ? ശ്രദ്ധിക്കുക, തിരമാലകൾ വരുന്ന സമയം
ഞങ്ങളിപ്പോ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് കേറി കുളിച്ചു. പക്ഷെ ഇപ്പോഴും കുറച്ച് പേര് പുറത്ത് തന്നെ കേട്ടോ. അവര് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോലില്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വെള്ളത്തിലാട്ടോ മിഡു കപ്പു അഞ്ജലി അവരെല്ലാവരും ഉണ്ട് ഇവിടെ. ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി പോന്നിട്ട് ഓരോരുത്തരായിട്ട് കുളിക്കുക. പക്ഷെ ഇവിടെ അഞ്ചും റോണൂട്ടനും കൂടെ വീണ്ടും കളിയാണ്. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വെള്ളത്തിൽ കളിച്ച് മതിയായിട്ടില്ല. അതേ സന്ധ്യയായി എന്നിട്ട് അവർ കയറി പോന്നില്ല. വാ 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 ഇനി കേറ് കേറ്. ആ എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ടുള്ളൂ. ഓക്കേ. മിടുവിന്റെ കുഞ്ഞാങ്ങളെ വരച്ച പടങ്ങളാട്ടെ കാണുന്ന അടിപൊളി ഡ്രോയിങ്സ്. സൂപ്പർ, വെരി ഗുഡ്. ഓ സൂപ്പർ ആയിട്ട് കേട്ടോ. ഈശോ അല്ലേ നിശോ? ഇതല്ല, ഇതിന് കുറച്ച് സാമ്യമുണ്ട്. മനു കൊള്ളാം കൊള്ളാം. ട്രേസ് ചെയ്തിട്ടാണോ വരച്ചത്? ഇത് നൈറ്റ് ലാമ്പ്, നമ്മുടെ വീടിന്റെ മുമ്പിലുള്ള ഒരു ലൈറ്റ് ഉള്ളത്. അങ്ങനെ ഡ്രോയിങ്സ് കാണലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചേരം റൂമിലിരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ പുറത്ത് ഇറയത്ത് വന്നിരുന്ന് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പിന്നെയും വിശപ്പൊക്കെ ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ഇപ്പോൾ കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഇപ്പോൾ വരാനായിട്ട് കാത്തിരിക്കുക. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറിറങ്ങി കഴിഞ്ഞപ്പോൾ ആർക്കും വർത്താനൊന്നും പറയാൻ കിട്ടുന്നില്ല. എൻ്റെ ദൈവമേ, മഴ 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 കൂട കൂട മഴ മഴ മഴ. ഇവിടെ ഒരു റൂമിൽ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടെ ഒരുമിച്ചിരുന്ന് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റീവും ഗ്രേസൊക്കെ നല്ല സൂപ്പർ കളിയാട്ടോ. അവർ എൻജോയ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും ഫുഡ് വന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഫുഡ് എടുത്ത് കൊടുത്തുകൊണ്ടിരുന്ന് ഞങ്ങളും ഒപ്പം ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ട്രിപ്പ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ. ഇതിപ്പോൾ രണ്ടാം ട്രിപ്പ് അൽഫാം മന്തി അല്ലേ സണ്ണി? ഓക്കെ. അപ്പോൾ അത് ഇതാ പിന്നെ വരുത്തിച്ചുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ട്രിപ്പ് കഴിഞ്ഞ് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ രണ്ടാം ട്രിപ്പ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരം എടുത്തു. നല്ല സൂപ്പർ മഴ, സൂപ്പർ മഴ. അപ്പോഴേക്കും ദേവി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നുണ്ട്. എന്തൊക്കെയാ ബ്രേക്ക്ഫാസ്റ്റുള്ള ഐറ്റം? ഇടിയപ്പവും വെള്ളപ്പല്ലേ വെള്ളപ്പം മുട്ടക്കറിയും വെജിറ്റബിൾ കുറുമി. ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതെല്ലാം തുറന്ന് കഴിക്കുക. മഴ പെയ്ത് പൂളിലൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ കയറി. ഇപ്പം മഴവെള്ളം കാണാം. ഇന്നലെ ഞങ്ങൾ കുളിച്ചപ്പോഴൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം മഴ പെയ്ത് മഴക്കാലം പിടിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ കേരളത്തിലേക്ക് എത്തിയപ്പോഴേക്കും മഴക്കാലം പിടിച്ചു. ഞങ്ങളെ വെറുതെ അല്ല മഴ ദമ്പതികൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ സെറ്റപ്പ്. 2 റൂമുണ്ട്. ഇവിടെ ഒരു റൂമ്, പിന്നെ ഇവിടെ റൂം, പിന്നെ ഇവിടെ ഒരു ബെഡുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കിടന്നു. പിന്നെ ഇവിടെ ചെറിയൊരു കിച്ചൺ സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജ്, പിന്നെ നമ്മുടെ ഫിൽറ്റർ, കുടിക്കാൻ വെള്ളം കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ചെറിയൊരു വീട്, പക്ഷേ രസമായിരുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങിയില്ലേ ഇന്നലെ? നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. AC ഉണ്ട്. 2 റൂമിൽ AC ഉള്ള കാരണം ഞങ്ങൾക്കങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ഇവിടെ AC ഉണ്ട്, ഇവിടെ AC ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി.
ചേച്ചി ഒരു നൂലപ്പവും ഒരു ദോശ. ഓരോന്ന് മതിട്ടാ. ഇത് അപ്പൊ ഇവരൊക്കെ ഇറങ്ങണം കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് വണ്ടി ഇതാ പോകുന്നു. ഇനി ഇതിന്റെ തൊട്ട് പുറകെ ഞങ്ങള് പോവും. ഞങ്ങളും സണ്ണി ഫാമിലി കൂടെ. ഇവര് വേഗം ഇറങ്ങണം, കാരണം ജോലിക്ക് പോണം. അപ്പൊ അതുകൊണ്ട് ഇവരിറങ്ങാം. ഇവിടെ സണ്ണിയും ചേട്ടനും കൂടെ ഇവർ ഇന്നലെ പിള്ളേര് വെള്ളത്തിൽ കളിച്ചിട്ട് ഇതിന്റെ എയറൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ഫ്ലോട്ടിയുടെ എയറൊക്കെ അതേ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സിജി ഫാമിലി പോയി. ഇനിയിപ്പോൾ അടുത്ത 2 ഫാമിലി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസുകളും ഞങ്ങളുടെ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒക്കെ വെച്ച് ഇതാ പോകണം. ആ സീവൂട്ടറിന് പോകണമെന്നില്ല. ഇനി വെള്ളത്തിൽ ഇറങ്ങണോ? മഴയൊക്കെ പെയ്താലുണ്ട്. ഇനിയിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ ആർക്കും വലിയ നോട്ടമൊന്നുമില്ല. കാര്യം അതെ ഭയങ്കര സണ്ണിക്ക് ആഗ്രഹമുണ്ട്. സണ്ണിക്ക് ഇനി ഇറങ്ങാം. പക്ഷെ എനിക്ക് ത്രേസ്യാമ്മച്ചിക്ക് വേഗം പോകണം. ഇനി നമുക്ക് ത്രേസ്യാമ്മച്ചി ഇന്നലെ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ ത്രേസ്യാമ്മച്ചിക്ക് അച്ഛനുണ്ട് വീട്ടിൽ. അപ്പോൾ അങ്കിളും ത്രേസ്യാമ്മച്ചും കൂടെ ഒരുമിച്ച് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഞങ്ങളെ വെയിറ്റിങ്ങിലാണ്. അവർക്ക് അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു സീറ്റ് ഇഷ്ടമായി. അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന നല്ല അടിപൊളി സീറ്റാണ്. അതിന് ഇരിക്കാം. നമുക്ക് യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അതൊക്കെ നല്ല സീറ്റാണ്, അടിപൊളി ഫോൾഡ് ചെയ്തൊക്കെ വയ്ക്കാവുന്ന പോലത്തെ ഒരു സീറ്റ്. ഇത് ചെറിയൊരു പൂളാണ്. പക്ഷെ ചെറിയ പൂളാണെങ്കിലും ആ ഒരു ഈവനിങ് ടൈമിൽ എല്ലാവരും വന്ന് ഇഷ്ടംപോലെ എൻജോയ് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോകണം വീട്ടിലേക്ക്. പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ 1 ഡേ ഹോം സ്റ്റേ ഒക്കെ ഇവിടെ ചെയ്ത് അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ചു വിട്ടു. ശരിക്കും പറഞ്ഞാൽ സണ്ണിയാണ് ഇതിൻ്റെ ഓർഗനൈസർ. സണ്ണി വളരെ ഹാപ്പി ആക്കിയിട്ട് ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങളുടെ തിരിച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് ചെല്ലണം. വീട്ടിൽ അമ്മയും ത്രേസ്യാമ്മ ചേച്ചിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.